നമസ്കാരം. എപ്പോഴും ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പണത്തിന് സന്തോഷം വാങ്ങാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് നമുക്കൊരിക്കലും ഒറ്റ ഉത്തരത്തിൽ പറയാൻ വേണ്ടി പറ്റത്തില്ല. പല ആൾക്കാരും അത് പറ്റും പറ്റില്ല എന്നുള്ള ഒറ്റ ഒരു ഉത്തരത്തിൽ പറയാൻ വേണ്ടി നോക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദർ ഈസ് സംതിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, തീർച്ചയായിട്ടും പട്ടിണി കിടക്കുന്ന വയറിനോ അല്ലെങ്കിൽ ഒരു കൂരയില്ലാത്തൊരവസ്ഥയിലോ ഒരു ഷെൽട്ടർ ഇല്ലാത്തൊരവസ്ഥയിലോ ഒന്നും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് പണം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷത്തിന് പണം ഒരു ഘടകം തന്നെയാണ്. ആഹാരമില്ലാതിരിക്കുന്ന അവസ്ഥയിലോ വെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലോ ഒന്നും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വാങ്ങി കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ കിട്ടുക, ക്ലോത്തിങ്, ഇതിനെല്ലാം തീർച്ചയായിട്ടും പണം ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു ജോലിയുണ്ട്. ആ ജോലിയിൽ നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്, വളരെയധികം പണം സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ ആ ജോലി നമ്മളെ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ തളർത്തുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോൾ ഭയങ്കരമായ സ്ട്രെസ്സും ടാർജറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടവും എല്ലാം, രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, അടുത്ത ദിവസത്തെ പണിയെപ്പറ്റിയുള്ള ചിന്തകൾ, ഇങ്ങനെ വരുന്നൊരു സമയത്ത് നമുക്ക് എത്രത്തോളം പൈസ നമുക്കുണ്ടെങ്കിലും ആ പൈസ കൊണ്ട് നമുക്ക് അത്രത്തോളം കംഫേർട്ട്സ് വാങ്ങാൻ പറ്റുമെങ്കിലും അത്രത്തോളം ലക്ഷറീസ് ആയിട്ടൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാവത്തില്ല. നമുക്ക് സ്ട്രെസ്സായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളുകളും അഡ്രിനാലിനും എല്ലാം എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോഡിയെ വല്ലാണ്ട് വീക്കനാക്കുകയും നമുക്ക് ഒരുപാട് മെഡിക്കൽ ഡിപ്പെൻഡൻസിക്ക് നമുക്ക് ആ ഒരു സാധ്യത തുറന്നു തരികയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പണം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് മെൻ്റലി ഫിസിക്കലി സ്ട്രെയിൻ എടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരാത്ത പണമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇത്രയും പണം തന്നെ നമ്മൾക്കിപ്പോൾ ഒരു പൈതൃക സ്വത്തായിട്ടോ മറ്റോ ഉണ്ടോയെന്ന് വിചാരിക്കാം. എന്നാൽ ആ സ്വത്ത് നമ്മൾ ജസ്റ്റ് ബാങ്കിലിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്ത് മാത്രം നമുക്ക് ഇത്രയും സാലറി, ഇത്രയും പൈസ നമ്മുടെ ഉണ്ട്, നമ്മൾ അങ്ങനെ ഒരു ഹൈലി ലക്ഷറിയസ് കംഫർട്ടബിൾ ലൈഫ് ജീവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സും ടെൻഷനും പ്രഷറും ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വേണ്ടുന്ന കംഫർട്ട്സും കിട്ടും, ലക്ഷറീസും കിട്ടും, എല്ലാം കിട്ടും. ആ സമയത്ത് എന്നാൽ നമുക്ക് ഇതേ പൈസ അല്ലെങ്കിൽ ഇത്രയും കൂടിയൊരു എമൗണ്ട് നമുക്ക് ഹാപ്പിനെസ്സിന് കാരണമുണ്ടാകും, ഹാപ്പിനെസ് വാങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനമല്ല പീസ്. ഈ കംഫർട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഡിപ്രഷനിൽ വരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ബോർഡം വരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രഷറും വെറുതെ ടെൻഷൻസും ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് അവിടെയൊക്കെ നമുക്ക് സങ്കടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എത്ര കുറഞ്ഞ പണമാണെങ്കിലും എത്ര കൂടിയ പണമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സെറോട്ടോണിൻ പോലെയുള്ള നമ്മുടെ സമാധാനത്തിൻ്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അവിടെ നമുക്ക് സമാധാനമാണ് വേണ്ടുന്നത്. നമ്മുടെ ജീവിതം വളരെ ആസ്വദിക്കാൻ സാധിക്കണം. വളരെ ചെറിയ ശബ്ദങ്ങളും വളരെ ഈ ഒരു ഭൂമിയുടെ എക്സിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ അതിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഇണങ്ങി നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ വരുവാണെങ്കിൽ അവിടെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പണമുണ്ടെങ്കിലേ നമുക്ക് കംഫർട്ട്സോ അല്ലെങ്കിൽ ആഹാരമോ എല്ലാം വാങ്ങാൻ പറ്റും. എന്നാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി സ്ട്രെസ് അടിച്ചുണ്ടാക്കുന്ന പണം നമുക്ക് ഒരിക്കലും സന്തോഷത്തിന് ഉതകത്തില്ല. ഒരുപാട് പണം നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും കംഫർട്ടും ഉണ്ടാക്കാൻ സാധിക്കും, സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ സന്തോഷം എന്ന് പറയുന്നത് കേവലം കംഫർട്ട് മാത്രമല്ല, നമുക്ക് സമാധാനവും ആ ഒരു പീസും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് പണം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്വസ്ഥമായിട്ടുള്ള ജീവിതശൈലിയും സ്വസ്ഥമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് ലൈഫും നമുക്ക് ആവശ്യമാണ്.